ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈ വീഡിയോയ്ക്ക് ഞാൻ വന്നത് ഇവിടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബജിയാണ്. അതിന് വേണ്ടത് മുട്ട 7 മുട്ട ഇതാ ഞാൻ പുഴുങ്ങി ഇവിടെ തോല് പോക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് കുറച്ച് കാര്യങ്ങൾ വേണം. അതിനിതാ ഉള്ളി ചെറുതായി പൊടിച്ച് നല്ലോണം പൊടിയണം, അതുപോലെ ആക്കി വെച്ച് നല്ലോണം അരിയണം. അരിഞ്ഞ് പൊടിഞ്ഞ് വെച്ച്. പിന്നെ ഇതാ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, മല്ലിച്ചപ്പ്. പിന്നെ മെയിനായിട്ട് വേണ്ടിയതാ കടലപ്പൊടി. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഇതിൻ്റെ ബാറ്റർ ശരിയാക്കാം. മുട്ട ബജി ഉണ്ടാക്കേണ്ട ഈ മാവുണ്ടല്ലോ, അതൊക്കെ അതിനുള്ള എന്തെല്ലാം വേണ്ടിയെല്ലാം ചെയ്തെടുക്കാം. പിന്നെ ആദ്യം ഞാനിതാ ഇവിടെ കടലമാവ് ഇതാ ഈ ഒരു കപ്പിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ 2 സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി ഇതേപോലെ തന്നെ ചെറിയൊരു സ്പൂണ്. ആ മുളകെടുക്ക് കാശ്മീരി. പിന്നെ ഒരു സ്പൂണ് കാശ്മീരി മുളകാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ മുളകിൻ്റെ മറ്റേ സാധാ മുളക് എടുത്താൽ മതി. പിന്നെ എരിവ് വേണ്ട. അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് കാശ്മീരി മുളകാണ്. നമ്മളൊരു 1.5 സ്പൂണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ടുള്ള പൊടിയായി അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പച്ചമുളക്, പിന്നെ നമ്മളെ മല്ലിച്ചപ്പ്, കരിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ കായപ്പൊടി. ഈ കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ഒരു തിരി സ്പൂണൊന്നും എടുക്കേണ്ടതാ, ഒരു തിരി അതും ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യം ഉപ്പും ഇട്ട് കൊടുക്കുക. അപ്പം ഇത്ര ഇട്ട് കൊടുത്തത് നല്ലോണം ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മുട്ട അപ്പോൾ 2 ഞാനിത് പുഴുങ്ങി വെച്ച മുട്ട ആണല്ലോ, അപ്പോൾ 2 പീസായിട്ട് മുട്ട ഇങ്ങനെ മുറിച്ച് വെക്കുക. ഇതുപോലെ തന്നെ ആ മുട്ടകളെല്ലാം ഇതുപോലെ മുറിച്ച് വെക്കുക 2 പീസായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് മുട്ട ബജി. അപ്പം ഇതിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. അധികം വെള്ളം പോലെ പോണത്. അപ്പോൾ മുട്ട ഒന്ന് ഇതിലേക്കിട്ട് മുക്കിയെടുക്കാനുള്ള മുട്ട നല്ല ഇതിൽ കോട്ടിങ് ആയി വരണം, അല്ലെങ്കിൽ മുട്ട എണ്ണയിലിട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അധികം ഒഴിക്കണ്ടേ ശാ, മതി. ഇത്തിരി ഒഴിക്കണം. ഇപ്പം നല്ലോണം ഇത് എല്ലാം ഇതിൻ്റെ മസാലപ്പൊടികളും എല്ലാം ഒന്ന് കറക്റ്റ് ആകുന്നവരെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത്തിരി കൂടി വെള്ളം ഒഴിക്കാം. അപ്പം നമ്മളെല്ലാം മുട്ട ബജിൻ്റെ കൂട്ട് ഇവിടെ റെഡിയായി. ഇനി നമ്മളിതാ
കുറച്ചും കൂടി ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് ഇനിയിപ്പോൾ ചീനച്ചട്ടി എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പം മുട്ട ഓരോരോ പീസ് എടുത്തിട്ട് നല്ലോണം ഇതിലേക്ക് മുക്കാം. സ്പൂണോടെ തന്നെ എന്നിട്ട് ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പീസും കൂടി ഇതേപോലെ തന്നെ എടുക്കാം. ഇതും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അതും കൂടി എടുക്കാം. ഇത് പൊരിഞ്ഞിട്ട് മുട്ട ബജിത പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി എടുക്കാം. ഒന്ന് കോരി എടുത്തിട്ട് അടുത്തതും ഇതേപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇതുപോലെ തന്നെ മാവിൽ മുക്കിയിട്ട് മുട്ട മാവിൽ മുക്കുക. എന്നിട്ട് ഓരോന്നോരോന്നിട്ട് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഇപ്പം നമ്മളിതാ മുട്ട വെച്ചിതാ ഞാനെല്ലാം മുട്ട എല്ലാം പൊരിച്ചിതാ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കാം. നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉള്ളതാണിത്. അപ്പോൾ നമ്മളെ നോമ്പ് തുറക്കും അല്ലാത്തത് എല്ലാത്തിനും നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ മുഴുവനായിട്ട് കാണാം, കമൻറ്റ് ചെയ്യാം. എന്തായാലും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരുന്നതിന് ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.